അങ്ങനെ ഒടുവിൽ നമ്മുടെ രേണു ചേച്ചിയുടെ കമ്പിച്ചാറ്റും പുറത്തു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഞാൻ നാട്ടിൽ വരുന്നുണ്ട്, ഡയറക്റ്റ് മീറ്റ് ഓക്കെ ആണോ? അപ്പൊ അന്നേരം രേണുസുദിന്റെ മറുപടി എന്താണ്? യാ ആക്കാം. നിനക്കതൊക്കെ എങ്ങനെ സാധിക്കും? ഐ എം ഇൻ UK now. How much you will suggest? എന്നിട്ട് കണ്ടോളൂ, രേണു ചേച്ചി തോട കാണിച്ചിരിക്കുന്ന സ്റ്റോറി കണ്ടിട്ട് മൂപ്പര് അതിന് ഉമ്മ വെക്കുന്ന സ്മൈലീസൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. രേണു ചേച്ചി അതിന് ഹാർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് മൂപ്പര് കൊടുത്ത മറുപടി എന്താണ്? എടോ ഡയറക്റ്റ് മീറ്റിന് എത്രയാകുമെന്ന് പറഞ്ഞില്ല. ഉഫ്. അപ്പൊ അതിന് രേണു ചേച്ചിയുടെ മറുപടി ഒക്കെ നിങ്ങള് പ്ലീസ് കോണ്ടാക്ട് മൈ മാനേജർ എന്നൊക്കെ. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. മാനേജർ വഴിയാണ് കച്ചവടം ഉറപ്പിക്കുന്നത്. സംഗതി എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? നേരിട്ട് കാണാൻ പറ്റുമോ? റേറ്റ് എത്രയാണെന്നൊക്കെ ചോദിക്കുമ്പോ അതെന്തിനാണെന്ന് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? A few moments later. ചാറ്റ് ആരാണ് പുറത്തു വിട്ടത്? എനിക്കറിയില്ല അതിനെപ്പറ്റി, എനിക്ക് ഓർമ്മ പോലും ഇല്ല എന്താ സംഭവം. ഇനിയിപ്പോ ചാറ്റാണോ ഇനി വെച്ച് ചെയ്താണോ ഞാനത് എന്നോട് ഒരാൾ കണ്ടോ പറഞ്ഞു പ്ലീസ് കോണ്ടാക്ട് മാനേജർ. അങ്ങനെ ഞാൻ പറയുന്നതാണ് സാധാരണ. അല്ലാതെ ഇതെനിക്കറിയില്ല എന്താ സംഭവം. രേണുവിനോട് ചാറ്റ് ചെയ്ത് രേണുവിനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാം എന്നുള്ളൊരു ടോക്ക് പൊതുവെ നടക്കുന്നുണ്ട്. അതിനൊന്നും രേണുസുതിയെ കിട്ടത്തില്ലെന്ന് ഈ പറയുന്നവർക്ക് പറയും. നിങ്ങൾക്ക് പ്രൊമോഷൻ വേണോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഷൂട്ടിന്റെ ആവശ്യമുണ്ടോ, പ്രോഗ്രാം ആവശ്യമുണ്ടോ, മാനേജറെ കോണ്ടാക്ട് ചെയ്യുക. അത് എല്ലാ സെലിബ്രിറ്റിയും പറയുന്നത് തന്നെയാണ്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? അത് എല്ലാ സെലിബ്രിറ്റിയും പറയുന്നത് തന്നെയാണ്. എല്ലാ സെലിബ്രിറ്റിയും പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. നിങ്ങൾക്ക് എന്നെ നേരിട്ട് കാണണോ, ചായ കുടിക്കണോ, നമുക്ക് എന്താ പറയാ ചേച്ചി ഞങ്ങളുടെ ഒരു ഡ്രൈവിന് വരും. ഓക്കെ, സെലിബ്രേറ്റ് ചെയ്യണം. പ്ലീസ് കോണ്ടാക്ട് മൈ മാനേജർ. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. എന്താണ് വൃത്തികേട് അല്ലെങ്കിൽ എന്താണ് അതിനകത്ത് ലൈംഗിക ചുവയെന്നൊന്നും എനിക്കറിയത്തില്ല. അതാണ് ഓരോ മനുഷ്യനെ അടിച്ചു താഴ്ത്താവുന്ന സമയം വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് അടിച്ചു താഴ്ത്തുന്നതാണ്. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്ന് തരുന്ന. നിങ്ങൾക്ക് എന്നെ കാണണം, നിങ്ങൾക്ക് മീറ്റ് ചെയ്യണം. മീറ്റ് ചെയ്യണം. നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന മീറ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറെ വിവരമില്ലാത്തവന്മാരെല്ലാം കൂടെ ഒരു നാട്ടിൽ നിന്ന് ജനിച്ച് ഒരു കോഫി കുടിക്കണം, ഷേക്ക് കുടിക്കണം, ഒരു ഡ്രൈവിന് പോകണം, അല്ലെങ്കിൽ പുറത്ത് നമ്മൾ കറങ്ങാൻ പോകണം. ജസ്റ്റ് മീറ്റ് അപ്പ്. പ്ലീസ് കോണ്ടാക്ട് മൈ മാനേജർ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. രേണു ഒരു പ്രണയ രോഗിയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. നല്ല കാര്യമല്ലേ? എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ കേൾക്കുന്നത്. ഞാൻ പ്രണയം എന്ന് പറഞ്ഞാൽ അതുല്യമായിട്ടുള്ള ഒരു പവിത്രമായിട്ടുള്ള ഒരു വികാരമാണ്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. ഇങ്ങനത്തെ രേണു പറയുന്ന മീറ്റപ്പ് ആൾക്കാർ വേറെ രീതിയിൽ എടുക്കുന്നു. അത് എടുക്കട്ടെ. അത് നല്ല കാര്യമല്ലേ? എടുക്കട്ടെ. അവരുടെ മനസ്സിന്റെ ഇത് അത് എടുക്കട്ടെ. കലിപ്പ് തീരുണ്ടോ ദൈവമേ, അവന്റെ മോതണ്ടല്ലേ.